ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് ശ്രീ കൂടൽമാണിക്യം ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച വർണ്ണശബളമായ ഘോഷയാത്ര നഗരം ചുറ്റി ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു. SNBS സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ നടുവളപ്പിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ SNDP യോഗം മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം അനുഗ്രഹ പ്രഭാഷണവും സെക്രട്ടറി KK ചന്ദ്രൻ ജയന്തി സന്ദേശവും നൽകി. വനിതാ സംഘം പ്രസിഡന്റ് സജിത അനിൽകുമാർ, SNYS പ്രസിഡന്റ് പ്രസൂൺ പ്രവി ചെറാകുളം, SNDP നമ്പർ 2 മേഖലാ ചെയർമാൻ KS ജീവൻ എന്നിവർ ആശംസകൾ നേർന്നു. SNBS സമാജം സെക്രട്ടറി വിശ്വംഭരൻ മുക്കുളം സ്വാഗതവും ട്രഷറർ വേണു തോട്ടുങ്ങൽ നന്ദിയും പറഞ്ഞു. മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അന്നത്തെ മാർപ്പാപ്പ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ശ്രീനാരായണന്റെ ഗുരുവിൻ്റെ ദർശനങ്ങൾ കാലഘട്ടത്തിന് പ്രസക്തമാണ് എന്ന് പറയുകയുണ്ടായി എന്ന് നമുക്ക് എല്ലാവരും അറിഞ്ഞ ഒരു കാര്യമാണ്. മാധ്യമങ്ങളൊക്കെ വളരെ ഭംഗിയായി അതിനെക്കുറിച്ച് 2024 പ്രതിപാദിച്ച കാര്യം നമ്മളൊക്കെ അറിഞ്ഞതാണ്. ജാതി മത വ്യവസ്ഥകൾ ചിതറിക്കിടന്നിരുന്ന കേരള സമൂഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ശുദ്ധമായ സന്ദേശം പ്രഖ്യാപിച്ചത് അദ്ദേഹമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശം മനുഷ്യരാശിയുടെ സർവമതത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഇത് കേരളത്തെ മാത്രമല്ല മുഴുവൻ ഇന്ത്യയെയും ലോകത്തെയും മഹത്തായ ഒരു ആശയമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളത്. ഗുരുദേവന്റെ ജീവിതം നമുക്ക് പ്രതീകമായി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കരുണ, സഹിഷ്ണുത, ആത്മീയത, സാമൂഹ്യ ബോധം. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് നമുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ജീവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ ആ ഗുരുദർശനങ്ങൾ നമ്മൾ പാലിക്കുക തന്നെ വേണം.